ഹലോ എവരി വൺ. തിമിരത്തിൻ്റെ ഓപ്പറേഷനിൽ നമ്മൾ കണ്ണിൻ്റെ ഉള്ളിലുള്ള ഒരു ക്ലൗഡി ക്രിസ്റ്റലൈൻ ലെൻസ് മാറ്റിയിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ലെൻസാണ് ഇംപ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏത് കാഴ്ച പേഷ്യൻറ്റിന് കിട്ടുന്നത് തീരുമാനിക്കുന്നത് ഏത് ലെൻസ് നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുന്നു അനുസരിച്ചിട്ടാണ്. വിഷനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ദൂരത്തെ കാഴ്ച കറക്റ്റ് ആവുന്ന ഒരു വിഷൻ, അതായത് ഡ്രൈവിംഗ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ടി വി കാണുന്ന ഡിസ്റ്റൻസ്, ഇതാണ് ദൂരത്തെ കാഴ്ച. സെക്കൻഡ് ഈസ് ദ ഇന്റർമീഡിയറ്റ് വിഷൻ, അതിൽ നമ്മുടെ ലാപ്ടോപ്പ് യൂസ്, കിച്ചൺ വർക്ക് ലൈക്ക് വെജിറ്റബിൾ ചോപ്പിംഗ്. മൂന്നാമത്തതാണ് നിയർ വിഷൻ, അതിൽ നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് വരും, അല്ലെങ്കിൽ റീഡിംഗ് വർക്ക്, അതെല്ലാം. അപ്പോൾ ഇതിൽ ഏത് ലെൻസ് ഇടുന്നു അനുസരിച്ചിട്ടാണ് പേഷ്യന്റിന്റെ വിഷൻ ഡിസൈഡ് ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് ലെൻസ് ആണ് മോണോഫോക്കൽ ലെൻസ്. ഇതാണ് നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത്. പേര് പറയുന്ന പോലെ തന്നെ മോണോഫോക്കൽ, അതായത് ദൂരത്തെ കാഴ്ച കറക്റ്റ് ആവുന്ന ലെൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് വിഷൻ ക്ലിയർ ആയിരിക്കും. ഇന്റർമീഡിയറ്റ് വിഷനും നിയർ വർക്കിനും കണ്ണട ഉപയോഗിക്കേണ്ടതാണ്. സെക്കൻഡ് ആണ് എഡ് ഓഫ് ലെൻസ്, എക്സ്റ്റെൻഡബിൾ ഡെപ്ത് ഓഫ് ഫോക്കസ് ലെൻസ് എന്ന് പറയും. ഇതിൽ ഡിസ്റ്റൻസ് വിഷൻ ക്ലിയർ ആയിരിക്കും, ഇന്റർമീഡിയറ്റ് വിഷൻ ക്ലിയർ ആയിരിക്കും, പക്ഷേ റീഡിംഗ് പർപ്പസിന് കണ്ണട ഉപയോഗിക്കേണ്ടതാണ്. ഇനി മൂന്നാമത്തെ ടൈപ്പ് ലെൻസ് ആണ് മൾട്ടിഫോക്കൽ ലെൻസ്. ഇതിൽ ദൂരത്തെ കാഴ്ച, ഇടയ്ക്കുള്ള കാഴ്ച, നിയർ വിഷൻ, ഇത് മൂന്നും ക്ലിയർ ആയിരിക്കും. ഈ ലെൻസ് കണ്ണിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കണ്ണട ഉപയോഗിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇതുകൊണ്ട് 40 വയസ്സിന്റെ മുകളിലുള്ള ഒരാൾ കണ്ണട ഒഴിവാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ മൾട്ടിഫോക്കൽ ലെൻസ് ചൂസ് ചെയ്യേണ്ടതാണ്. പിന്നെ അടുത്തൊരു ടൈപ്പ് ലെൻസ് ആണ് ടോറിക് ലെൻസ്. ഇത് കൃഷ്ണമണിയുടെ വളവ് അല്ലെങ്കിൽ ആസ്റ്റിഗ്മാറ്റിസം കറക്റ്റ് ആവുന്ന ടൈപ്പ് ഓഫ് ലെൻസ് ആണ്. അപ്പോൾ ഏത് ലെൻസ് ചൂസ് ചെയ്യണം എന്നുള്ളത് ഒബ്വിയസ്ലി അതൊരു പേഷ്യന്റ് പ്രിഫറൻസ് ആണ്. രണ്ടാമത് ജോബ് പ്രൊഫൈൽ അനുസരിച്ചിട്ടാണ്. ഫോർ എക്സാമ്പിൾ ഒരു നൈറ്റ് ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞങ്ങൾ ഒബ്വിയസ്ലി മൾട്ടിഫോക്കൽ ലെൻസ് റെക്കമെൻഡ് ചെയ്യാറില്ല. മൂന്നാമത് നമ്മുടെ ഒപ്റ്റിക് നെർവ് അല്ലെങ്കിൽ റെറ്റിനൽ സ്റ്റാറ്റസ് നോക്കിയിട്ടാണ്. ഇതിൽ നിങ്ങൾക്ക് ബെസ്റ്റ് സൂട്ട് ആയിട്ടുള്ള ലെൻസ് ഏതാണെന്ന് അറിയണമെങ്കിൽ ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ കൺസൾട്ട് ചെയ്തോളൂ.